അങ്ങനെ ഇപ്പോൾ നമ്മുടെ ലോക്കി ആ ഗോളം ഉപയോഗിച്ചത് കാരണം തോറും ലോക്കിയും ഇപ്പോൾ ഒരു കുഴിയിലേക്ക് വീഴുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും താഴെ ചെന്ന് തലയും കുത്തി വീഴുന്നില്ല. കാരണം ശരിക്കും അതൊരു കുഴിയല്ല, അതൊരു പോർട്ടലാണ്. ആ പോർട്ടലിൻ്റെ ഉള്ളിലൂടെ കുറേ നേരമായി എങ്ങോട്ടെന്നില്ലാതെ സ്വയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തോറും ലോക്കിയും. ആ പോകുന്നതിൻ്റെ ഇടയിലും അവർ പരസ്പരം വഴക്കിടുകയും എല്ലാം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ലോക്കിയും തോറും ഇപ്പോൾ ആ പോർട്ടലിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് വീഴുകയാണ്. അങ്ങനെ ഇപ്പോൾ താൻ ചെന്ന് വീണിരിക്കുന്ന സ്ഥലം ഒന്ന് ചുറ്റി നോക്കിയിട്ട് ഇത് ഫ്രോസ്റ്റ് ജയൻസിൻ്റെ നാടായ ജോതുൻഹൈം ആണെന്നും നമുക്കിവിടുന്ന് വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതിയെന്ന് തോർ ലോക്കിയോട് പറഞ്ഞതും, അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് വീണത് മറ്റേ ഗോളം ഉപയോഗിച്ചത് കൊണ്ടല്ലേ എന്നും അതുകൊണ്ട് ആ ഗോളം ഉപയോഗിച്ച് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തോറിനോട് പറഞ്ഞ് ഇപ്പോൾ ആ ഗോളം തൻ്റെ പോക്കറ്റിൽ നിന്ന് ലോക്കി എടുക്കാൻ വേണ്ടി പോക്കറ്റിൽ തപ്പിയതും ആ ഗോളം പോക്കറ്റിൽ കാണാത്തത് കണ്ട് ലോക്കി ഞെട്ടുകയാണ്. എന്നിട്ട് ഗോളം കാണാതെ പോയ കാര്യം തോറിനോട് ഇപ്പോൾ ലോക്കി പറയുകയാണ്. ഇപ്പോൾ അത് കേട്ടതും ഈ മെനക്കെട്ടവൻ എല്ലാ സാധനവും കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളൂവെന്നും പറഞ്ഞ് ആ ഗോളം കാണാതെ പോയതിൻ്റെ പേരിൽ ലോക്കിയെ തോർ ഭയങ്കരമായി ചീത്ത പറയുകയാണ്. അങ്ങനെ ലോക്കിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ തോറിൻ്റെയും ലോക്കിയുടെയും അടുത്ത് ഇതുവരെ തോറും ലോക്കിയും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള കുറേയധികം രാക്ഷസന്മാർ വരികയാണ്. അപ്പോൾ തന്നെ ആ മോൺസ്റ്റേഴ്സിനെ കണ്ട് നമ്മുടെ തോറും ലോക്കിയും അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കെ തോറിൻ്റെ കയ്യിലുള്ള മിയോളിഞ്ഞർ പോലെയുള്ള മറ്റൊരു ചുറ്റിക എവിടെ നിന്നോ ഇപ്പോൾ പറന്നു വന്ന് ഇപ്പോൾ തോറിൻ്റെയും ലോക്കിയുടെയും പുറകെ വരുന്ന മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്തതും, അന്നേരം തന്നെ ഇത് ആരുടെ ചുറ്റികയാണെന്ന് തോർ ലോക്കിയോട് ചോദിച്ചതും, അപ്പോൾ തന്നെ അത് തൻ്റെ ചുറ്റികയാണെന്നും താൻ ഇടിമിന്നലിൻ്റെ ദേവതയായ തോറാണെന്നും പറഞ്ഞ് ഇപ്പോൾ അവിടെ പെണ്ണിൻ്റെ രൂപത്തിലുള്ള ഒരു തോർ അഥവാ ഒരു ലേഡി തോർ വരികയാണ്. ഇപ്പോൾ ആ ലേഡി തോറിനെ കണ്ട് ഞെട്ടിയ നമ്മുടെ ഒറിജിനൽ തോറിനോട് ഇത് ശരിക്കും നമ്മുടെ ജോതുൻഹൈം ഒന്നും അല്ല എന്നും ഇത് വേറെ ഏതോ യൂണിവേഴ്സോ സ്ഥലമോ എന്തോ ആണെന്ന് ലോക്കി തോറിനോട് പറഞ്ഞിട്ട് നിൻ്റെ രൂപത്തിലുള്ള തോറുകൾ ഇനിയും ഇവിടെ കാണുമായിരിക്കുമെന്നും പക്ഷെ തൻ്റെ രൂപത്തിലും പേരിലും ഞാൻ മാത്രമേ ഉള്ളൂവെന്നും കാരണം താൻ ഒരു റെയർ പീസാണെന്ന് ലോക്കി തോറിനോട് പറഞ്ഞ് തോറിനെ കളിയാക്കിയാണ്. മാത്രമല്ല ഇപ്പോൾ ആ ലേഡി തോറ് അവിടെയുള്ള മോൺസ്റ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വന്നൊന്ന് സഹായിക്കാമോ എന്ന് ലേഡി തോർ തോറിനോടും ലോക്കിയോടും ചോദിച്ചതും അപ്പോൾ തന്നെ തോറും ലോക്കിയും ലേഡി തോറിനെ സഹായിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ മോൺസ്റ്റേഴ്സിനെ അടിച്ച് ഓടിച്ചതിന് ശേഷം നിങ്ങൾ ആരാണെന്ന് ലേഡി തോർ ലോക്കിയോടും തോറിനോടും ചോദിച്ചതും അപ്പോൾ തന്നെ താൻ ഗോഡ് ഓഫ് മിസ്ചീഫായ ലോക്കിയാണെന്ന് പറഞ്ഞ് ലോക്കി സ്വയം പരിചയപ്പെടുത്തിയതും അപ്പോൾ തന്നെ താനാണ് ഗോഡ് ഓഫ് തണ്ടറായ തോറെന്ന് പറഞ്ഞ് തോറും സ്വയം പരിചയപ്പെടുത്തിയതും അന്നേരം തന്നെ തോർ പറഞ്ഞത് കേട്ട് ഞെട്ടിയ ലേഡി തോറ് നീ തമാശ വല്ലതും പറയുകയാണോ എന്ന് തോറിനോട് ചോദിച്ചതും അല്ല എന്നും താൻ ഗോഡ് ഓഫ് തണ്ടറായ തോറാണെന്ന് ലേഡി തോറിനോട് നമ്മുടെ തോർ പറയുകയാണ്. അപ്പോൾ തന്നെ ഈ യൂണിവേഴ്സിൽ എന്തായാലും രണ്ട് തോർ വേണ്ട എന്നും പറഞ്ഞ് ലേഡി തോർ നമ്മുടെ തോറിനെ ഫൈറ്റ് ചെയ്യുവാൻ വെല്ലുവിളിച്ചതും അപ്പോൾ തന്നെ നമ്മുടെ തോറും ഫൈറ്റ് ചെയ്യുവാൻ തയ്യാറാവുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോക്കിയാണെങ്കിൽ വെറുതെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും മത്സരം നടത്തി നിങ്ങളിൽ ആരാണ് ഏറ്റവും പവർഫുൾ എന്ന് നോക്കിക്കൂടെ എന്ന് ലേഡി തോറിനോടും സാധാ തോറിനോടും ലോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും പഞ്ചഗുസ്തി പിടിച്ച് ആരാണ് പവർഫുൾ എന്ന് നോക്കുവാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ പഞ്ചഗുസ്തി മത്സരത്തിൽ നമ്മുടെ ലേഡി തോർ വിജയിക്കുകയാണ്. അപ്പോൾ തന്നെ ലേഡി തോറ് നിങ്ങൾ രണ്ടുപേരും വന്ന സ്ഥലത്തേക്ക് തന്നെ ഇപ്പോൾ തിരിച്ചു പോകുകയല്ലേ എന്ന് തോറിനോടും ലോക്കിയോടും ചോദിച്ചതും ഞങ്ങൾക്ക് തിരിച്ചു പോകുവാൻ ഇപ്പോൾ സാധിക്കില്ല എന്നും ഞങ്ങളിവിടെ വന്നത് ഒരു പ്രത്യേക ഗോളം ഉപയോഗിച്ചായിരുന്നുവെന്നും ആ ഗോളം തൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലത്ത് എവിടെയോ വീണു പോയെന്നും അത് കണ്ടെത്തിയാൽ മാത്രമേ തനിക്കും തോറിനും ഈ ലോകത്തു നിന്ന് തിരിച്ചു പോകുവാൻ സാധിക്കുള്ളൂവെന്ന് ലോക്കി ലേഡി തോറിനോട് പറയുകയാണ്. പിന്നീട് ഇതേ സമയം ലോക്കിയുടെ മറ്റേ ഗോളം ഒരിടത്ത് കിടക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ആ ഗോളം മറ്റൊരാൾ കയ്യിലെടുക്കുകയാണ്. അത് മറ്റാരുമല്ല, അത് ലോക്കിയാണ്. പക്ഷെ അതൊരു പെൺ ലോക്കി അഥവാ ഒരു ലേഡി ലോക്കിയാണ്.